എസ്പെറാൻസ എഡ്യൂക്കേഷൻ്റെ HSA മാത്തമാറ്റിക്സിൻ്റെ ക്ലാസ്സുകളിൽ മൊഡ്യൂൾ 3 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടാൻജൻസ് ആൻഡ് നോർമൽസ് ആണ് ഇന്നത്തെ ടോപ്പിക്ക്. തൊടുവരകളും ലംബങ്ങളും ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. തൊടുവരയുടെ സമവാക്യം എങ്ങനെ എഴുതുക, ഒരു നോർമലിൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതുക എന്നതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് നമുക്കൊരു കർവിൽ എന്താണ് ഡെറിവേറ്റീവും ടാൻജൻറ്റും തമ്മിലുള്ള റിലേഷൻ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് അതൊന്ന് ജസ്റ്റ് പറഞ്ഞു പോകാം. തിയറിയാണ് ഫസ്റ്റ്, അപ്പോൾ പ്രോബ്ലം ചെയ്യുന്നതിന് ശേഷം പറയാം. ഇതെന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. എവിടെ ഇത് കണ്ടാലും മനസ്സിലാക്കണം എന്താണ് ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്കൊരു കർവ് വന്നിട്ടുണ്ട് y = f(x) എന്ന് പറഞ്ഞിട്ട്. പിയും ക്യൂവും കർവിലെ രണ്ട് പോയിന്റ്സ് ആണ്. പിയുടെ കോർഡിനേറ്റ് x0 f(x0), ക്യൂവിലെ കോർഡിനേറ്റ് x0 + h f(x0 + h). അതായത് പിയും ക്യൂവും തമ്മിലുള്ള x ആക്സിലെ ഡിസ്റ്റൻസ് ആണ് h എന്ന് പറയുന്നത്. ഇനി ഈ ഒരു പി ക്യൂ എന്ന് പറയുന്ന ഈ ലൈനിൻ്റെ, ഈ പി ക്യൂ എന്ന് പറയുന്ന ഈ ലൈനിനെ നമ്മൾ സീക്കൻഡ് എന്ന് പറയും. കാരണം ഒരു കർവിലെ രണ്ട് പോയിന്റ്സിലൂടെ പാസ് ചെയ്ത് പോകുന്ന ലൈനാണ്, അതിനെ നമ്മൾ സീക്കൻഡ് എന്ന് പറയും. ആ സീക്കൻഡിൻ്റെ സ്ലോപ്പ് എന്താണ് നമുക്കറിയാം. ഒരു രണ്ട് പോയിന്റിലൂടെ പാസ് ചെയ്ത് പോകുന്ന ഒരു ലൈൻ ഉണ്ട് നമുക്ക്, x1 y1, അതുപോലെ തന്നെ ഇവിടെ x2 y2. ഇതിൻ്റെ സ്ലോപ്പ് എന്താണെന്ന് നമുക്കറിയാലോ. എന്താണ് സ്ലോപ്പിനെ നമ്മൾ m എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഇങ്ങനെ കണ്ടുപിടിക്കുക സ്ലോപ്പ് y2 - y1 / x2 - x1. അങ്ങനെയാണെങ്കിൽ ഈ പി ക്യൂ എന്ന് പറയുന്ന ലൈനിൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും? സ്ലോപ്പ് ഓഫ് ദ സീക്കൻഡ് പി ക്യൂ = നമുക്ക് എന്താ വരിക, f(x0 + h - f(x0) / x0 + h - x0. x0 ക്യാൻസൽ ചെയ്ത് പോയിട്ട് ലാസ്റ്റ് ഡിനോമിനേറ്ററിൽ h മാത്രം വരും. ദാറ്റ് ഈസ് സ്ലോപ്പ് ഓഫ് ദ സീക്കൻഡ് പി ക്യൂ = f(x0 + h - f(x0) / h. ഇനി ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു എച്ചിൻ്റെ ഡിസ്റ്റൻസ് കുറയ്ക്കുകയാണ്. അതായത് ഇവിടെ മുതൽ നമുക്കുള്ളതിൽ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് h എന്ന് പറയുന്നത്. അപ്പം ഞാനൊരു ഇവിടെയാണ്, അതായത് ഈ ഒരു ഡിസ്റ്റൻസ് ആണ് h എന്ന് പറഞ്ഞ് എടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ക്യൂ എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആവില്ലേ. അപ്പോൾ എൻ്റെ സീക്കൻഡ് എന്ന് പറയുന്നത് ഇങ്ങനെ ആയി പോകാറും അല്ലേ, പിയിലൂടെയും ക്യൂയിലൂടെയും പാസ് ചെയ്യുന്ന ഒരു പോയിന്റ്. ഇനി ഈ എച്ചിൻ്റെ ഡിസ്റ്റൻസ് വീണ്ടും ഞാൻ കുറയ്ക്കുകയാണ്. അതായത് h എന്ന് പറയുന്നത് 0 പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ പിയും ക്യൂവും കൂടെ കോയിൻസൈഡ് ചെയ്യും അല്ലേ. ക്യൂ എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്ക് ടെൻഡ് ചെയ്യുന്നു. ഇങ്ങനെ ആദ്യം ഇവിടെയായിരുന്നു, പിന്നെ ഇവിടെയാണ്, പിന്നെ ഇവിടെയാണ്, പിന്നെ ഇവിടെ വന്ന് ക്യൂ ടെൻസ് ടു പിയിലേക്ക് പോകുന്നു. അങ്ങനെ ക്യൂവും പിയും ലിങ്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെയുള്ള ടാൻജൻറ്റ് കിട്ടും. അപ്പം നമ്മൾ ഇതുവരെ സീക്കൻഡ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നീട് നമ്മൾ എന്തിനെക്കുറിച്ച് പറയുന്നു, ക്യൂ പിയിലോട്ട് എത്തുമ്പോൾ അത് ടാൻജൻ്റ് ആയിട്ട് മാറുന്നു, തൊടുവരയായി മാറുന്നു. ഇപ്പം നമ്മൾ സ്ലോപ്പിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പി ക്യൂ എന്ന് പറയുന്ന ലൈനിൻ്റെ സ്ലോപ്പ് ക്യൂ പിയിലോട്ട് പോകുമ്പോൾ ആരുടെ സ്ലോപ്പായിട്ട് മാറും, തൊടുവരയുടെ സ്ലോപ്പായിട്ട് മാറുന്നു, ചെരിവായിട്ട് മാറുന്നു. അതായത് ആസ് ക്യൂ ടെൻസ് ടു പി എലോങ് ദ കർവ്, ദ സീക്കൻഡ് ലൈൻ പി ക്യൂ ബിക്കംസ് ദ ടാൻജൻറ്റ് അറ്റ് പി. ആസ് h ടെൻസ് ടു 0, ക്യൂ ടെൻസ് ടു പി. ഇത് വേണ്ട, ഇത് മാത്രം നോക്കാം. ക്യൂ പിയിലേക്ക് പോകുമ്പോൾ എലോങ് ദ കർവ്, കർവിലൂടെ ക്യൂ പിയിലേക്ക് പോകുമ്പോൾ സീക്കൻഡ് ലൈൻ പി ക്യൂ എന്ന് പറയുന്നത് പിയിലുള്ള ടാൻജൻറ്റ് ലൈനായിട്ട് മാറുന്നു. അതായത് നമുക്ക് പറയാം h 0 പോകുമ്പോൾ ക്യൂ പിയിലേക്ക് പോകുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് ആ സ്ലോപ്പിനെ എങ്ങനെ എഴുതാം, ലിമിറ്റ് h ടെൻസ് ടു 0 f(x0 + h - f(x0) / h. ഇതാരാണ് നമ്മളുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് അല്ലേ, അറ്റ് ദ പോയിന്റ് x0, ദാറ്റ് ഈസ് ഈക്വൽ ടു f'(x0). അതായത് ഒരു കർവ് തന്നിട്ടുണ്ടെങ്കിൽ ആ കർവിലെ ഒരു പോയിന്റിലെ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ആ പോയിന്റിലെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്. ദാറ്റ് ഈസ് f'(x0) = സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് അറ്റ് പി. ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അതായത് ഒരു തൊടുവരയുടെ തന്നിരിക്കുന്ന ഒരു കർവിലെ ഒരു പോയിന്റിലെ തൊടുവരയുടെ ചെരിവെന്ന് പറയുന്നത് ഒന്നാം ക്രമ അവകലജമാണ്. ആ പോയിന്റിലെ ഒന്നാം ക്രമ അവകലജമാണ്. f'(x0) = സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് അറ്റ് പി. നിങ്ങൾ ഇംഗ്ലീഷിൽ പഠിച്ചു വെച്ചാൽ മതി, നിങ്ങൾക്ക് മലയാളം വേർഡ്സ് ഓർമ്മ വന്നാൽ മതി മാത്രം. ഓക്കെ, f'(x0) = സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ്. ഇതാണ് ശരിക്കും f'(x0) എന്ന് പറയുന്നതിൻ്റെ ജോമെട്രിക്കൽ മീനിങ്. എപ്പോഴും നമ്മൾ ചോദിക്കാറില്ലേ എന്താണ് ആപ്ലിക്കേഷൻ, എന്താണ് കാര്യം. അപ്പോൾ ഒരു ടാൻജൻറ്റിൻ്റെ സ്ലോപ്പിനെയാണ് ശരിക്കും നമ്മൾ എന്ത് പറയുന്നത്, ഫസ്റ്റ് ഡെറിവേറ്റീവ് അറ്റ് ദാറ്റ് പോയിന്റ്. ഓക്കെ, ഇനി thus the derivative of f(x0) is the slope of the tangent to the curve y = f(x) at the point x0 y0. അതായത് f എന്ന് പറയുന്നതിൻ്റെ ഡെറിവേറ്റീവ് അറ്റ് ദ പോയിന്റ് x0 എന്ന് പറയുന്നത് ആ പോയിന്റിൽ y = f(x) എന്ന് പറയുന്ന കർവിൻ്റെ ആ പോയിന്റിൽ x0 y0 എന്ന് പറയുന്ന പോയിന്റിൽ നമ്മൾ വരയ്ക്കുന്ന ടാൻജൻറ്റിൻ്റെ സ്ലോപ്പിനെയാണ് എഫിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ,
ഇത്രയാണ് നമുക്ക് ടാൻജന്റിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പം ഇവിടെ മെയിനായിട്ട് മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ എക്സ് നോട്ട് എന്ന് പറയുന്ന ബിന്ദുവിലെ തൊടുവരയുടെ ചെരിവാണ് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇനി ടാൻജന്റ് ടു എ ജനറൽ കർവ്, അതായത് നമ്മളിപ്പം പഠിച്ചിട്ടുള്ളത് എന്തിനു പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും ടാൻജന്റ് എന്ന് പറയുമ്പോൾ തൊടുവര എന്ന് പറയുമ്പോൾ സർക്കിളിൻ്റെ തൊടുവര എന്നുള്ള കൺസെപ്റ്റ് മാത്രമേ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുള്ളൂ. പക്ഷേ ശരിക്കും ഒരു ജനറൽ കർവിൻ്റെ ടാൻജന്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ആ കർവിനെ വീണ്ടും മീറ്റ് ചെയ്യുന്ന പോലെ പാസ് ചെയ്ത് പോവാം, കുഴപ്പമില്ല. ഓക്കെ, നമ്മൾ സർക്കിളിൽ വരയ്ക്കുമ്പോൾ നമ്മൾ ഒരു പോയിന്റ്, ഒരു സർക്കിൾ ആണെങ്കിൽ നമ്മളിപ്പം എന്ത് സർക്കിളാണ്, ഇങ്ങനെ ഒരു സർക്കിൾ ആണെങ്കിൽ നമ്മളിവിടെ ഒരു ഇത് വരയ്ക്കുകയാണെങ്കിൽ ഈ സർക്കിളിൻ്റെ ഒരു പോയിന്റിലൂടെ മാത്രമേ ടച്ച് ചെയ്യാൻ പാടുള്ളൂ എന്നുണ്ടല്ലേ ടാൻജന്റ് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ നമ്മൾ കർവിനെ വരയ്ക്കുകയാണെങ്കിൽ അങ്ങനെ നിർബന്ധമൊന്നുമില്ല. നമ്മളിതാ ഇവിടെ ഒരു ടാൻജന്റ് വരച്ചിട്ടുണ്ട്. ആ ടാൻജന്റ് ചിലപ്പോൾ ഇങ്ങനെ നീട്ടി വരച്ചു കഴിഞ്ഞാൽ ഈ കർവിൻ്റെ വേറെ പോയിന്റ്സിലേക്ക് മീറ്റ് ചെയ്തേക്കാം, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെയാണ് ടാൻജന്റ് ഉണ്ടാവുക. അതുപോലെ ഞാനിതാ ഈ ഒരു പോയിന്റിൻ്റെ ടാൻജന്റാണ് വരച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, 2-3 സ്ഥലത്ത് മീറ്റ് ചെയ്യുന്നുണ്ട്, 2 സ്ഥലത്ത് മീറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ടാൻജന്റ് വരയ്ക്കാം. ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ, ഒരു പോയിന്റിൽ മാത്രം ടച്ച് ചെയ്യാവൂ, അങ്ങനെ നിർബന്ധമൊന്നുമില്ല കർവിൻ്റെ ടാൻജന്റ് ആണെങ്കിലും. ഇനി നമ്മൾ പറയാൻ പോകുന്നത്, നമ്മൾ ഇങ്ങനെ ഒരു ടാൻജന്റ് ഒക്കെ വരയ്ക്കുമല്ലേ, ആ ടാൻജന്റിന്റെ സ്ലോപ്പ് നമ്മൾ പറഞ്ഞു ഇപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ആണെന്ന്. അങ്ങനെയാണെങ്കിൽ ഒരു ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ്, ആ ടാൻജന്റിന്റെ ഇക്വേഷൻ എന്താണ് എന്നാണ് പറയുന്നത്. ഇപ്പം നമുക്കിവിടെ ഒരു കർവ് തന്നിട്ടുണ്ട്. ആ കർവിൻ്റെ ഈ എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്ന പോയിന്റിൽ ടാൻജന്റ് തന്നിട്ടുണ്ട് നമുക്ക്. അപ്പം നമുക്കറിയാലോ ഒരു ലൈനിലൂടെ പാസ് ചെയ്യുന്നത്, നമുക്കറിയുന്നൊരു കാര്യമുണ്ട്. ഒരു ലൈൻ ഉണ്ട്, ആ ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എം ആണ്. പിന്നെ അതുപോലെ തന്നെ സ്ലോപ്പ് എന്ന് പറയുന്നത് എം ആണ്. ഇതൊരു പോയിന്റിലൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ലൈനിൻ്റെ ഇക്വേഷൻ എന്താണ്? ഒരു ലൈൻ, ആ ലൈൻ ഒരു പോയിന്റിലൂടെ, ഒരു ബിന്ദുവിലൂടെ കടന്നു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ആ വരയുടെ ചെരിവ് എം ആണെന്നും തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ഒരു വരയുടെ സമവാക്യം എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, എന്താ പഠിച്ചിട്ടുള്ളത്? y മൈനസ് വൈ നോട്ട് ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട്. ഇവിടെ നമുക്ക് എന്തറിയാം? ഈ പാസ് ചെയ്യുന്ന പോയിന്റ് എക്സ് നോട്ട് വൈ നോട്ട് ആണെന്ന് അറിയാം. ഇനി നമുക്ക് ഈ തൊടുവരയുടെ ചെരിവ് അറിയാലോ. അതാണ് ആര്? നമ്മളുടെ തൊടുവരയുടെ ചെരിവെന്ന് പറയുന്നതാണ് ആര്? എഫ് ഡാഷ് അറ്റ് എക്സ് നോട്ട് എന്ന് പറയുന്നത്. അത് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ നമ്മുടെ ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? y മൈനസ് വൈ നോട്ട് ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് എന്നാണ്. എം എന്ന് പറയുന്നത് ഇവിടെ ആരാണ്? എക്സ് നോട്ട് എന്ന് പറയുന്ന പോയിന്റിലെ ആ ലൈനിൻ്റെ ചെരിവെന്ന് പറയുന്നത് ആരാണ്? ഫസ്റ്റ് ഡെറിവേറ്റീവ് അറ്റ് എക്സ് നോട്ട് ആണ് അല്ലേ. അപ്പോൾ y മൈനസ് വൈ നോട്ട് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട്. ഇത് പഠിച്ചു വെക്കണം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് ബൈ ഹാർട്ട് ചെയ്ത് വെക്കേണ്ട ഒരു ഇക്വേഷൻ ആണ്. നിങ്ങളിങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി, അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷനേ ഉണ്ടാവില്ല. y മൈനസ് വൈ നോട്ട് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നോർമൽ എന്താണ്. അതിന് മുമ്പ് ഞാൻ ചോദിക്കട്ടെ, എന്താണ് നോർമൽ? നോർമൽ എന്ന് പറഞ്ഞാൽ ടാൻജന്റിന് പെർപെൻഡിക്കുലർ ആയി വരയ്ക്കുന്ന ലൈനിനെ, ആ കർവ്, അതായത് നമ്മളൊരു പോയിന്റിലാണ് നമ്മൾ തൊടുവര വരയ്ക്കുക. ആ തൊടുവരയ്ക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന, ലംബമായി വരയ്ക്കുന്ന ആ ലൈനിനെയാണ് നമ്മൾ നോർമൽ എന്ന് പറയുന്നത്. ഓക്കെ, നോർമൽ ടു ദ പോയിന്റ് എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയും. അതിന് നമ്മൾ ഇവിടെ പറയുന്ന, മലയാളത്തിൽ പറയുന്ന പേര് ലംബം എന്ന് തന്നെയാണ്. ഓക്കെ, ലംബമായ വര. അപ്പം നിങ്ങളൊരു കാര്യം പഠിച്ചിട്ടുണ്ട്, നമുക്ക് 2 ലൈൻസ് ഉണ്ട്. നമുക്ക് 2 ലൈൻ ഉണ്ട്. ആ 2 ലൈനും പെർപെൻഡിക്കുലർ ആണെന്ന് വിചാരിക്കാം. ഈ ലൈനിൻ്റെ സ്ലോപ്പ് m1 ആണെന്നും ഈ ലൈനിൻ്റെ സ്ലോപ്പ് m2 ആണെന്നും നമുക്കറിയാം. അങ്ങനെയെങ്കിൽ ഈ 2 ലൈനിൻ്റെയും കൂടെ സ്ലോപ്പിൻ്റെ പ്രോഡക്റ്റ് m1 ഇൻറ്റു m2 എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? -1 ആയിരിക്കും അല്ലേ. ഇങ്ങനെ ഒരു കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത്, ഈ m1 എന്ന് പറയുന്നത് ആരാണ്? നമ്മളുടെ ടാൻജന്റും ഈ m2 എന്ന് പറയുന്നത് നോർമലാണെന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ m1 എന്ന് പറയുന്നത് m2 കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? m2 = -1/m1 കിട്ടും അല്ലേ. അതല്ലേ, m1ൻ്റെ സ്ലോപ്പ് എനിക്കറിയാം. ഈ m2 എന്ന് പറയുന്നത് ആരായിരിക്കും? -1/m1ൻ്റെ സ്ലോപ്പ്. m1 എന്ന് പറഞ്ഞാൽ എന്താണ്? ടാൻജൻ്റ് ലൈൻ ആണെങ്കിൽ അതിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് അറ്റ് എക്സ് നോട്ട് ആണ്. ഓക്കെ, അപ്പോൾ ശരിക്കും നോർമലിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് -1/f'(x0) ആണ്. നമുക്ക് ഇങ്ങനെയാണ് കേട്ടോ ഇത് വരുന്നത്. അതായത് രണ്ട് പെർപെൻഡിക്കുലർ ലൈൻസിൻ്റെ സ്ലോപ്പുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് -1 ആണ് കിട്ടുക. സോ നമുക്ക് മറ്റേതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ നെഗറ്റീവിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. കൺഫ്യൂഷൻ ആയിക്കോണ്ട കേട്ടോ, മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കണം. ഒരു വക്രത്തിലെ x0 y0 എന്ന ബിന്ദുവിലൂടെ കടന്നു പോകുന്നതും ആ ബിന്ദുവിലെ തൊടുവരയ്ക്ക് ലംബവുമായ വരയുടെ ചെരിവ് -1/f'(x0) ആയിരിക്കും.
എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് 0 ആവാൻ പാടില്ല. അതായത് നമുക്കൊരു ഗ്രാഫ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു കർവ് വന്നിട്ടുണ്ട്. ആ കർവിൽ എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്നൊരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിലൂടെ പാസ് ചെയ്ത് പോകുന്നതും അതുപോലെ തന്നെ അതിൻ്റെ ടാൻജന്റിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ആ ഒരു നോർമലിൻ്റെ ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ആരായിരിക്കും? -1 എഫ് ഡാഷ് എക്സ് നോട്ട് ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ എന്താ പറഞ്ഞത്? ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ഒരു കർവ് ഉണ്ട്, ഒരു ടാൻജന്റ് ഉണ്ട്, ഇതിലൂടെ പാസ് ചെയ്ത് പോകുന്ന നോർമൽ, ഇങ്ങനെ നോർമലിൻ്റെ ഇതാണ് എഴുതുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് എന്താ നമ്മളെ കയ്യിലുണ്ട്? -1 എഫ് ഡാഷ് എക്സ് നോട്ട് ആണെന്നുണ്ട്. പിന്നെ ഇവിടെ പോയിന്റ് ഉണ്ട്, എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്ന പോയിന്റിലൂടെയാണ് അത് പാസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? ഈ ഒരു നോർമലിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, എ ലൈൻ വിച്ച് ഈസ് പാസിംഗ് ത്രൂ എ പോയിന്റ് ഹാവിങ് സ്ലോപ്പ് എം ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? y മൈനസ് വൈ നോട്ട് ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് എന്ന് എഴുതാം അല്ലേ? അപ്പോൾ ഇവിടെ എം എന്ന് പറഞ്ഞത് -1 എഫ് ഡാഷ് എക്സ് നോട്ട് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? നോർമലിൻ്റെ ഇക്വേഷൻ എന്താണ്? y മൈനസ് വൈ നോട്ട് ഈക്വൽ ടു -1 എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ നോർമലിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം, പഠിക്കണം, നിർബന്ധമാണ്. ഞാൻ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന പോലെ ഉണ്ട് അല്ലേ? വലിയ ആൾക്കാർ ക്ലാസ് എടുക്കുന്നതെന്നുള്ള ഇടയ്ക്ക് വിട്ടു പോകുന്നുണ്ട്. ഒരുപാട് ക്ലാസ് പെൻഡിങ് ആണ്, അതുകൊണ്ടാണ്. കുട്ടികളുടെ ഒരുപാട് ക്ലാസ് പെൻഡിങ് ആണ്, അപ്പോൾ രണ്ടും കൂടെ മാറിപ്പോകുന്നുണ്ട്. ഓക്കെ, നമുക്കിനി 2-3 ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല എന്താണ് ഒരു ഫസ്റ്റ് ഡെറിവേറ്റീവ് അറ്റ് എ പോയിന്റ് എന്ന് പറഞ്ഞാൽ ജോമെട്രിക്കൽ മീനിങ്, അത് ടാൻജന്റിന്റെ സ്ലോപ്പാണ്, അതാണ് പറഞ്ഞത്. പിന്നെ ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് എന്താണ്, നോർമൽ എന്താണെന്ന് പറഞ്ഞു, ഇക്വേഷൻ ഓഫ് ദ നോർമൽ എന്താണ്. ഇത് 2 കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. സിമ്പിളാണ്, കാര്യങ്ങൾ പറയാൻ കുറച്ച് ലെങ്തി ആയെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ സ്പീഡിലിട്ട് കണ്ടാൽ മതി. നമുക്ക് 2-3 പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇവിടെ എല്ലാം ഫൈൻഡ് എന്ന് പറഞ്ഞ പ്രോബ്ലമാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കിട്ടുമോ നോക്കട്ടെ, എന്നിട്ട് ഞാൻ ഗ്രൂപ്പിലിടാം. Find the equation of the tangent and normal to the curve y equal to x raised to 4 minus 6x cube plus 13x square minus 10x plus 5 at 0, 5. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ, നമ്മളുടെ സെറ്റ് എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട്. ഇപ്പം നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്കൊരു കർവ് തന്നിട്ടുണ്ട്, ആ കർവിൻ്റെ ടാൻജൻറ്റിൻ്റെയും നോർമലിൻ്റെയും ഇക്വേഷൻ കണ്ടുപിടിക്കണം അറ്റ് പോയിന്റ് 0, 5. നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? നമുക്ക് തന്നിരിക്കുന്ന കർവിനെ നമുക്കൊന്ന് എഴുതാം. ഓക്കെ, f of x equal to, ഞാൻ y ന് f of x എന്ന് കൊടുക്കുകയാണ്, x raised to 4 minus 6x cube plus 13x square minus 10x plus 5. ഇനി ഇതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഒന്ന് കണ്ടുപിടിക്കാം നമുക്ക്. f dash of x equal to 4x cube minus 18x square plus 26x minus 10. ഇനി നമ്മളോട് ഏത് പോയിന്റിലാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? 0, 5. അപ്പോൾ ടാൻജന്റ് ഇക്വേഷൻ നമുക്ക് ആദ്യം എഴുതാം. ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് അറ്റ് 0, 5. നമുക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. നമുക്കുള്ളത് ഇതാണ്, y മൈനസ് വൈ നോട്ട് ഈക്വൽ ടു എഫ് ഡാഷ് അറ്റ് എക്സ് നോട്ട് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട്. അതായത് നമുക്ക് വേണ്ടത് y മൈനസ് ഇത് എക്സ് നോട്ട്, ഇത് വൈ നോട്ട്, അപ്പോൾ ഇത് 5 ഈക്വൽ ടു എഫ് ഡാഷ് അറ്റ് എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ 0 ഇൻറ്റു എക്സ് മൈനസ് 0. അപ്പോൾ ഇവിടെ എന്തൊക്കെ നമുക്ക് വേണം? എഫ് ഡാഷ് അറ്റ് 0 എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് എഫ് ഡാഷ് അറ്റ് 0 എന്ന് എഴുതി നോക്കാം. എഫ് ഡാഷ് അറ്റ് 0 ഈക്വൽ ടു 4 ഇൻറ്റു 0 മൈനസ് 18 ഇൻറ്റു 0 പ്ലസ് 26 ഇൻറ്റു 0 മൈനസ് 10, ദാറ്റ് ഈസ് ഈക്വൽ ടു -10. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്താ കിട്ടാം? y മൈനസ് 5 ഈക്വൽ ടു എഫ് ഡാഷ് അറ്റ് 0 എന്ന് പറഞ്ഞാൽ -10 ഇൻറ്റു എക്സ് മൈനസ് 0. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? y മൈനസ് 5 ഈക്വൽ ടു -10x. ഇവിടെ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? y പ്ലസ് 10x ഈക്വൽ ടു 5. ഓക്കെ, y പ്ലസ് 10x ഈക്വൽ ടു 5. ഇനി നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇക്വേഷൻ ഓഫ് ദ നോർമൽ കണ്ടുപിടിക്കണം അല്ലേ? ഇക്വേഷൻ ഓഫ് ദ നോർമൽ അറ്റ് 0, 5. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഓഫ് ദ നോർമൽ എഴുതി നോക്കാം. y മൈനസ് വൈ നോട്ട് ഈക്വൽ ടു -1 എഫ് ഡാഷ് അറ്റ് എക്സ് നോട്ട് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട്. ഇതാണ് എക്സ് നോട്ടും വൈ നോട്ടും ഒക്കെ നമുക്കറിയാം, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. y മൈനസ് 5 ഇൻറ്റു -1 എഫ് ഡാഷ് അറ്റ് 0 ഇൻറ്റു എക്സ് മൈനസ് 0. അപ്പോൾ നമുക്ക് എഫ് ഡാഷ് അറ്റ് 0 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എത്രയാണ് എഫ് ഡാഷ് അറ്റ് 0? നമ്മൾ കണ്ടുപിടിച്ച് വെച്ചല്ലോ, -10 ആണ്. നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് എന്താ കിട്ടാൻ നോക്കാം. y മൈനസ് 5 ഈക്വൽ ടു -1 -10 ഇൻറ്റു എക്സ് മൈനസ് 0, ദാറ്റ് ഈസ് എക്സ്. നമുക്ക് കിട്ടുന്നത് y മൈനസ് 5 ഈക്വൽ ടു 1/10x
which implies 10y minus 50 equal to x. അതായത് നമുക്ക് കിട്ടുന്ന എന്താണ് 10y minus x equal to 50. This is the answer. ഓക്കെ, അപ്പോൾ നമുക്ക് സ്ലോപ്പും നോർമലിൻ്റെയും ഇക്വേഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു. അപ്പോൾ നമുക്ക് ഇനി ഒരു കാര്യം കൂടെ പറയാം. അതായത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കർവിൻ്റെ നോക്കാം നമുക്ക്. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഇക്വേഷൻ ടു ദ ടാൻജന്റ് ആൻഡ് നോർമൽ at the origin to the curve y equal to x square. ഓക്കെ, നമുക്ക് നോക്കാം y equal to x square. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് f of x equal to x square എന്ന് പറയുന്ന കർവാണ്. പിന്നെ y എന്ന് എടുത്താൽ മതി കേട്ടോ, dy by dx എടുത്താലും മതി, നോ പ്രോബ്ലം, ഒരു വിഷയമല്ല. ഞാനത് അങ്ങനെ ചെയ്യാം, നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട. y equal to x square അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് വേണം, നോർമലിൻ്റെയും ടാൻജൻറ്റിൻ്റെയും ഒക്കെ ഇക്വേഷനാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് y ഡാഷ് എന്തായാലും കണ്ടുപിടിക്കണം. y ഡാഷ് ഡാഷ് ഓഫ് എക്സ് ദറ്റ് ഈസ് 2x. ഇവിടെ ഒറിജിനിലാണല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ y ഡാഷ് അറ്റ് 0 0 ദറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 0 ദറ്റ് ഈസ് ഈക്വൽ ടു 0. ഇനി നമ്മൾ എഴുതുന്നത് ടാൻജൻറ്റിൻ്റെ ഇക്വേഷൻ ടു ദ ടാൻജൻറ്റ് ഈക്വൽ ടു y minus y naught equal to f dash at x naught into, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ മതി കേട്ടോ, y dash at x naught y naught എന്ന് എഴുതിയാലും മതി, കുഴപ്പമൊന്നുമില്ല, ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട്. ഇങ്ങനെ എഴുതുന്നതിനേക്കാളും നല്ലത് മറ്റേതിലെ കാണാൻ, അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതാൻ പറയുന്നത്. y മൈനസ് 0 ഒറിജിൻ അല്ലേ, 0 0 ആണ് പോയിന്റ്. അപ്പോൾ y മൈനസ് 0 ഇൻറ്റു ഇത് എത്രയാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു, 0 ഇൻറ്റു എക്സ് മൈനസ് 0 ദറ്റ് ഈസ് y മൈനസ് 0 ഈക്വൽ ടു 0 ദറ്റ് ഈസ് ഈക്വൽ ടു y ഈക്വൽ ടു 0. അപ്പോൾ നമ്മുടെ y ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താ, ഇക്വേഷൻ ടു ദ ടാൻജന്റ്. അപ്പോൾ നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക, y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ കർവാണ് തന്നിരിക്കുന്നത്. ആ കർവിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഒന്ന് വരച്ചു നോക്കുക. വരച്ച് നമുക്ക് ഈസി ആയിട്ട് കിട്ടും. നിങ്ങൾ നോക്കുക, ഇതല്ലേ y ഈക്വൽ ടു എക്സ് സ്ക്വയർ. ആരാണ് ഇതിൻ്റെ ടാൻജന്റ്? ഇവിടെ ഗ്യാപ്പൊന്നുമില്ല കേട്ടോ. ഇതാരാ ഇതിൻ്റെ ടാൻജന്റ്? നമ്മുടെ എക്സ് ആക്സിസ് അല്ലേ. അപ്പോൾ y ഈക്വൽ ടു 0 ദറ്റ് ഈസ് നമുക്ക് പറയാം ടാൻജന്റ് എന്ന് പറയുന്ന ആളാരാണ്, എക്സ് ആക്സിസ്. ഇവിടെ നമുക്ക് എഴുതാം x axis. X axis is the tangent to the curve y equal to x square. ഇനി നമുക്ക് എന്ത് വേണം, സ്ലോപ്പ് ഓഫ് ദ നോർമൽ. ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും കേട്ടോ, -1/f dash at x naught എന്നല്ലേ വരുന്നത്, അല്ലെങ്കിൽ -f dash at x naught. അതായത് നമുക്ക് -1/0 എന്ന് പറയുമ്പോൾ -∞ ഒക്കെയാണ് വരിക. പക്ഷെ ഇവിടെ നിങ്ങൾ ഇതിങ്ങനെ അപ്ലൈ ചെയ്യണ്ട, നിങ്ങൾ ഒന്ന് ഓർത്ത് നോക്കുക. നിങ്ങൾക്ക് എന്താ വേണ്ടത്, നമുക്ക് ഈ ഒരു എക്സ് ആക്സിസ് ആണ് നമ്മളുടെ ടാൻജന്റ് എന്ന് കിട്ടി. ഇപ്പം നോർമൽ എന്ന് പറഞ്ഞാൽ എന്താ, ടാൻജന്റിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ അല്ലേ. അപ്പോൾ അതെന്തായിരിക്കും, നമ്മുടെ y ആക്സിസ് ആയിരിക്കും. ഓക്കെ, അതായത് നമുക്കറിയാം നോർമൽ എന്ന് പറയുന്നത്, നോർമൽ ലംബമായ വര എന്ന് പറയുന്നത് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ടാൻജന്റ് ലൈൻ. ഇവിടെ ടാൻജന്റ് ലൈൻ ആരാണ്, ദാറ്റ് ഈസ് എക്സ് ആക്സിസ്. എക്സ് ആക്സിന് നോർമൽ പിന്നെ പെർപെൻഡിക്കുലർ ആയിരിക്കും നോർമൽ. അപ്പോൾ നമ്മളുടെ ഇക്വേഷൻ ടു ദ നോർമൽ എന്തായിരിക്കുമോ, ഇക്വേഷൻ ടു ദ നോർമൽ ഈസ് നേരത്തെ കിട്ടിയത് y ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും, y ആക്സിസ് ദാറ്റ് ഈസ് x ഈക്വൽ ടു 0. ഓക്കെ, ഇതാണ് ഒരു ക്വസ്റ്റ്യൻ. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അതായത് y ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 4x മൈനസ് 3 മൈനസ് 1 എന്ന വക്രത്തിലെ ഏത് ബിന്ദുവിലാണ് തൊടുവരയുടെ ചരിവ് 2/3 ആകുന്നത്? അതായത് നമ്മളോട് ചോദിക്കുന്നത് പോയിന്റ്സ് തന്നിട്ടുണ്ടാവും.
നമുക്ക് നോക്കാം. നമുക്കൊരു കർവ് തന്നിട്ടുണ്ട്. ആ കർവിൻ്റെ ഏത് പോയിന്റിലാണ് തൊടുവരയുടെ ചരിവ് 2/3 ആകുന്നത്? അപ്പോൾ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ഈക്വൽ ടു 2/3 തന്നിട്ടുണ്ട്. ആ പോയിന്റ് നമ്മളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കർവ് ഏതാണ്? y ഈക്വൽ ടു √4x - 3 - 1. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? തൊടുവരയുടെ ചരിവ് നമുക്ക് തന്നിട്ടുണ്ട്. അതായത് f'(x0) നമുക്ക് തന്നിട്ടുണ്ട്. ആ x0 എന്താണെന്നാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇതിന് ഞാൻ f(x) എടുക്കുകയാണ് കേട്ടോ. അതായത് വി ഹാവ് അല്ലെങ്കിൽ ഗിവൺ തന്നിട്ടുള്ള കാര്യം f'(x0) ഈക്വൽ ടു 2/3. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് x0 എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് സ്വാഭാവികമായും f'(x) കണ്ടുപിടിക്കണം. എന്താണ് f'(x) വരിക? 1/2 √4x - 3 into 4. That is equal to 2 divided by square root of 4x - 3. ഓക്കെ, നമുക്കിത് തന്നിട്ടുണ്ടല്ലോ f'(x0) ഈക്വൽ ടു f'(x0) ഈക്വൽ ടു 2/3 നമുക്ക് തന്നിട്ടുണ്ട്. അത് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇതാണ്. 2 divided by square root of 4x - 3 ഈക്വൽ ടു 2/3. 2 ഉം 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 1 divided by root of 4x - 3 ഈക്വൽ ടു 1/3 എന്ന് വരും. ഓക്കെ, ഇവിടെ നമുക്ക് ഒന്നും കൂടെ രണ്ടിടത്തും റെസിപ്രോക്കൽ എടുക്കാം. അപ്പോൾ നമുക്ക് √4x - 3 ഈക്വൽ ടു 3 എന്ന് വരും. സ്ക്വയർ ചെയ്യാം രണ്ട് സൈഡിലും. അപ്പോൾ 4x - 3 ഈക്വൽ ടു 9 ആവും. ദറ്റ് ഈസ് 4x ഈക്വൽ ടു 9 + 3 ഈക്വൽ ടു 12. ദറ്റ് ഈസ് x ഈക്വൽ ടു 12/4 ഈക്വൽ ടു 3. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? x അല്ല കേട്ടോ, ഞാനിവിടെ x0 ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. x0 ഇടാൻ വിട്ടുപോയി. അപ്പോൾ പോയിന്റ് ഏതാ കിട്ടിയേ? x0 ഈക്വൽ ടു 3 എന്ന് പറഞ്ഞ പോയിന്റാണ് കിട്ടിയത്. നമുക്ക് തന്നിരിക്കുന്ന കർവ് ഏതായിരുന്നു? y ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 4x - 3 - 1. നമ്മളൊരു പോയിന്റ് എഴുതുമ്പം x0 y0 എഴുതുള്ളൂ. അപ്പോൾ ഇവിടുത്തെ y0 ഒന്ന് കൊടുക്കാം. y0 ഒന്ന് ജസ്റ്റ് കണ്ടുപിടിക്കാം നിങ്ങൾ. y0 ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 4 into 3 - 3 ഡിവൈഡഡ് ബൈ -1. ദറ്റ് ഈസ് ഈക്വൽ ടു 12 - 3 - 1. That is equal to 9 - 3. That is 3 - 1. That is equal to 2. അപ്പോൾ നമ്മുടെ പോയിന്റ് ഏതാണ്? നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത് x0 y0 ആണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ബിന്ദു എന്ന് പറഞ്ഞാൽ നിർദ്ദിഷ്ട ബിന്ദു ഈക്വൽ ടു x കിട്ടിയിരിക്കുന്ന 3 ആണ്. 3, 2. This is the answer. ഓക്കെ, അപ്പോൾ തൊടുവര എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി 2-3 നോട്ട്സും കൂടെ പറഞ്ഞിട്ട് നമുക്കത് നിർത്താം. നോട്ടും കൂടെ നോക്കാം നമുക്ക്. y ഈക്വൽ ടു f(x) എന്ന വക്രത്തിൻ്റെ തൊടുവര x അക്ഷത്തിൻ്റെ അതിദിശയുമായി പോസിറ്റീവ് ഡയറക്ഷനായിട്ട് ഉണ്ടാക്കുന്ന കോൺ തീറ്റ ആണെങ്കിൽ dy/dx ഈക്വൽ ടു tan θ ആയിരിക്കും. അതായത് നമുക്കിപ്പോൾ ഒരു കർവ് വന്നിട്ടുണ്ട്. ഇങ്ങനൊരു കർവ് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ ഈ ഒരു പോയിന്റിൽ വരയ്ക്കുമ്പോൾ ക്ലിയർ ആവില്ല, നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ. ഇവിടെ ഈ ഒരു പോയിന്റിൽ ഞാനൊരു തൊടുവര വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ x ആക്സസുമായിട്ട് ഉണ്ടാക്കുന്ന ഈ ആംഗിളില്ലേ, അതാണ് തീറ്റ. അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ടാൻ തീറ്റയും സ്ലോപ്പ് തന്നെയായിരിക്കും. ഓക്കെ, അതാണ് നമ്മൾ dy/dx ആയിട്ട് കണ്ടുപിടിക്കുന്നത്. ദാറ്റ് ഈസ് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പഠിച്ചിരിക്കുന്നത്? dy/dx which is equal to tan θ at that point. ഓക്കെ, ഒരു തൊടുവരയുടെ ചെരിവ് 0 ആയാൽ tan θ ഈക്വൽ ടു 0 ആവും. തീറ്റ ഈക്വൽ ടു 0 ആണ്. അതായത് തൊടുവര x അക്ഷത്തിന് സമാന്തരമായിരിക്കും. കൂടാതെ x0 y0 എന്ന ബിന്ദുവിലെ തൊടുവരയുടെ സമവാക്യം y ഈക്വൽ ടു y0 ആണ്. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. അതായത് നമുക്കൊരു കർവ് തന്നിട്ടുണ്ട്, ഇങ്ങനൊരു കർവൊക്കെ തന്നിട്ടുണ്ട്. ഇവിടെ ഞാനൊരു തൊടുവര വരച്ചു. അപ്പോൾ എനിക്കിതിങ്ങനെ കിട്ടിയത്. അപ്പോൾ അതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ശരിക്കും ഇത് എക്സ് ആക്സിന് പാരലായിട്ട് വരുന്ന ലൈനല്ലേ ഇത്. ആ എക്സ് ആക്സിന് പാരലായിട്ട് വരുമ്പം അവിടുത്തെ സ്ലോപ്പ് 0 ആയിരിക്കും അല്ലേ. എക്സ് ആക്സിൻ്റെ സ്ലോപ്പ് തന്നെയാണ് അതിന് വരിക. അപ്പോൾ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. തീറ്റ 0 ആയതുകൊണ്ട് അതായത് ഇവിടെ നമുക്ക് പറയാം ഈ ഒരു പോയിന്റിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 0 ആയിട്ടുണ്ടാവുന്നു.
ഇവിടെ നമ്മൾ y ഈക്വൽ ടു വൈ നോട്ട് എന്ന് പറയുന്നത്, അതായത് ഈ പോയിന്റ് നമുക്ക് വൈ നോട്ട് ആണെങ്കിൽ y ഈക്വൽ ടു വൈ നോട്ട് എന്ന് പറയുന്നതായിരിക്കും ഈ തൊടുവരയുടെ സമവാക്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം dy ബൈ ഡി എക്സ് ഈക്വൽ ടു 0. ശരിക്കും എക്സ് ആക്സിന് പാരലായിട്ട് വരുമ്പോൾ dy ബൈ ഡി എക്സ് ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ പറഞ്ഞതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. അപ്പോൾ നമുക്ക് dy ബൈ ഡി എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഇവിടെ സ്ലോപ്പ് 0 ആണ്. അപ്പോൾ നമുക്ക് പറയാം അവിടെ ഉണ്ടാവുന്ന തൊടുവരയുടെ സമവാക്യം എന്ന് പറയുന്നത് y ഈക്വൽ ടു വൈ നോട്ട് ആണ്. അതുപോലെ തന്നെ അത് എക്സ് ആക്സിന് പാരലായിട്ടായിരിക്കും വരികയാണ്. ഇനി ഒരു പോയിന്റും കൂടി ഉണ്ട്. തീറ്റ ടെൻസ് ടു പൈ ബൈ 2 ആയാൽ ടാൻ തീറ്റ ടെൻസ് ടു ഇൻഫിനിറ്റി ആണ്. ഇവിടെ തൊടുവര എക്സ് അക്ഷത്തിന് ലംബമായിരിക്കും, അതായത് y അക്ഷത്തിന് സമാന്തരമാകും. ഇവിടെ x0 y0 എന്ന ബിന്ദുവിലെ തൊടുവരയുടെ സമവാക്യം x ഈക്വൽ ടു x0 ആണ്. ഇതുപോലെ തന്നെയാണ് നമുക്ക് തിരിച്ചു വരികയാണെങ്കിൽ, അതായത് ഇപ്പോൾ ടാൻ തീറ്റ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ഇങ്ങനെ വരും. അതായത് നമുക്ക് ഇങ്ങനെ ഒരു കർവ് ഉണ്ട്, ഇങ്ങനെ കർവ് പോവാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു തൊടുവര വരയ്ക്കുകയാണ്. അപ്പോൾ നമുക്കിതാ ഇവിടുത്തെ നമ്മളൊരു തൊടുവര വരയ്ക്കുകയാണ്. അത് നമ്മൾ y ആക്സിസിന് പാരലായിട്ട് വരും, അതായത് എക്സ് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇവിടെ x0 എന്ന് പറയുന്ന പോയിന്റ് ആണിതെങ്കിൽ ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് x ഈക്വൽ ടു x0 ആയിരിക്കും. അതായത് ചില കർവുകൾക്ക് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാൻജൻറ്റിൻ്റെ ഇക്വേഷൻ തന്നെ വേണ്ടി വരും. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടില്ലേ y ഈക്വൽ ടു 0 ഇങ്ങനെ കണ്ടില്ലേ, ഇത് y ഈക്വൽ ടു 0 എന്ന് പറയുന്നത് തൊടുവരയാണ്, x ഈക്വൽ ടു 0 എന്ന് പറയുന്നത് നമുക്ക് നോർമൽ ഇക്വേഷനുമായിട്ട് വന്നില്ലേ, അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. ഇനി ഒരു ഹോംവർക്ക് നോക്കാം. നമുക്ക് 2 ഹോംവർക്ക് ഞാൻ എഴുതിയിട്ടുണ്ട്. ദാറ്റ് ഈസ് y ഈക്വൽ ടു 2x² + 3 എന്ന വക്രത്തിലെ x ഈക്വൽ ടു 0 ആയി വരുന്ന ബിന്ദുവിലുള്ള ലംബത്തിന്റെ ചെരിവ് ഡാഷ് ആകുന്നു. ദാറ്റ് ഈസ് a3 b 1/3 c -3 ആൻഡ് d -1/3. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, y ഈക്വൽ ടു x+1 എന്ന വര y² ഈക്വൽ ടു 4x വക്രത്തിന് തൊടുവരയാകുന്ന ബിന്ദു ഡാഷ് ആകുന്നു. അതായത് നമ്മൾ ആ തൊടുവര വരുന്ന പോയിന്റ് ഏതാണെന്ന് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് 1 2 2 1 1 -2 -1 2. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഓക്കെ, താങ്ക് യു.